നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഐ എം എ ഹ്യൂജ് അഡ്മയർ ഓഫ് ഫിലിം മേക്കർ ക്രിസ്റ്റഫർ നോളൻ. ഓക്കെ, എനിക്ക് പ്രിയപ്പെട്ട പല സിനിമകളും പുള്ളിയുടെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഇൻട്രസ്റ്റെല്ലർ, മൈ ഓൾ ടൈം ഫേവറേറ്റ്. സോ വർഷങ്ങളായിട്ട് അങ്ങയുടെ വർക്ക്സ് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പുള്ളി അടുത്ത് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് പറയുന്നൊരു ക്യൂരിയോസിറ്റി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഒരുപാട് സ്പെക്കുലേഷൻസും റൂമേഴ്സും അങ്ങനെ കറങ്ങി നടന്ന് അവസാനം ക്രിസ്മസിന്റെ തലേദിവസം ഒരു അനൗൺസ്മെന്റ് അവന്മാർ വിട്ടു. ആ ന്യൂസ് കേട്ടപ്പോൾ ഐ വാസ് ലൈക്ക് സീരിയസ്ലി ഡ്യൂഡ്, എന്റെ സ്വപ്നത്തിൽ പോലും നോളനെ ഞാൻ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സോണിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ എം ഷുർ ഞാനെന്നല്ല വലിയൊരു ശതമാനം ആൾക്കാരും ചിന്തിച്ചിട്ടില്ലാത്തൊരു കൈൻഡ് ഓഫ് പടമാണ് പുള്ളി അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഒരു ഗ്രീക്ക് ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഒരു കൃതിയെ ആസ്പദമാക്കിയാണ് പുള്ളിയുടെ അടുത്ത സിനിമ. അതായത് ഏൻഷ്യൻ ഗ്രീക്ക് പോയറ്റ് ആയിട്ടുള്ള ഹോമറിന്റെ ദി ഒഡീസി എന്ന് പറയുന്ന ഒരു കവിതയാണ് പുള്ളി അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നിലധികം കവിതകളുണ്ട്. ഇതൊരു വലിയൊരു കഥയാണ്. ഇതൊരു എപ്പിക് ഗ്രീക്ക് മിത്തോളജിയാണ്. ജൈൻജാന്റിക് ആണത്. ഒറ്റ വാക്കി പറയുവാണെങ്കിൽ ഒഡീസി എന്ന് പറയുന്നത് 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു രാജാവിന്റെ യാത്രയാണ് സംസാരിക്കുന്നത്. കഥ നടക്കുന്ന 8th century BC-യിലാണ്. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ്. ഇതിൽ ഗ്രീക്ക് ഗോഡ്സ് ഉണ്ട്, ഗോഡസസ് ഉണ്ട്, മോൺസ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഭയങ്കര വാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു വമ്പൻ ഫാന്റസി ഐറ്റമാണത്. ഇപ്പോഴും ഐ കനോട്ട് ബിലീവ് ദിസ് ഇസ് ഹാപ്പനിങ്. ഏതെടുത്താലും ഒരു ലോജിക്കൽ റീസണിങ് പറയാൻ ശ്രമിക്കുന്ന നോളന്റെ ഭാഗത്ത് നിന്നും ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫാന്റസി ഫിക്ഷൻ ഐറ്റം എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഹെൽ വിത്ത് ഇറ്റ്. ഇഫ് നോളൻ ഈസ് ഡൂയിങ് ഇറ്റ്, ഐ എം ഡൗൺ. അത്രേ ഉള്ളൂ. എല്ലാവരും നോളന്റെ അടുത്ത സിനിമ ഏതായിരിക്കും എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ തല പോച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി കാഷ്വലായിട്ട് അടുത്ത പടം എന്തായിരിക്കും എന്നുള്ള ക്ലൂ ഓപ്പൻഹൈമറിന്റെ ഫസ്റ്റ് 2 seconds തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് ഷോട്ട് ഓഫ് ഓപ്പൻഹൈമർ ഓർക്കുന്നുണ്ടോ? പ്രൊമിത്തീസ് എന്ന ഗ്രീക്ക് ടൈറ്റന്റെ ചെറിയൊരു കാര്യം അവിടെ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊമിത്തീസ് എങ്ങനെയാണ് ദൈവങ്ങളുടെ കയ്യിൽ നിന്നും ഈ ഒരു തീയെ മോഷ്ടിച്ച് അത് ഹ്യൂമാനിറ്റിയിലെ കൈ കൊടുത്തതും അതെങ്ങനെ വിപരീതമായിട്ട് മാറി എന്നുള്ള കാര്യമൊക്കെ. ഞാൻ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവരും പ്രൊമിത്തീസിനെ നമ്മുടെ ഓപ്പൻഹൈമറുമായിട്ടാണ് ഇന്റർലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരെങ്കിലും കരുതി കാണുമോ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഗ്രീക്ക് മിത്തോളജി ഫാന്റസി ഐറ്റം ആണെന്ന്? ക്രിസ്റ്റഫർ നോളൻ സിനിമകൾ കണ്ടവർക്കും അങ്ങേരെ പറ്റി ധാരണയുള്ളവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കാം പുള്ളിക്ക് എത്രമാത്രം ഈ ഐമാക്സ് ക്യാമറയും അതേപോലെ തന്നെ ഈ ഒരു വിഷ്വൽ റിയലിസത്തിനോടുള്ള കമ്പം കൂടുതലാണ്. ഇനി ചത്തെന്ന് പറഞ്ഞാലും ഞാൻ CGയുടെ സൈഡിലോട്ട് പോകത്തില്ല, എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതേ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നൊരു വാശിയിലാണ് പുള്ളിയുള്ളത്. അങ്ങനെ ഇത് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ആ ഏൻഷ്യൻ ഗ്രീക്കും അനന്തമായിട്ടുള്ള ആ ഒരു കടലും പിന്നെ സിയൂസ് ദൈവത്തിന്റെ ആ ഒരു ശക്തിയും 6 തലയുള്ള ആ ഒരു സീ മോൺസ്റ്ററിനെയും ഈ ഒറ്റക്കണ്ണുള്ള ആ ഒരു ജൈന്റിനെ എല്ലാം ഇങ്ങനെ എങ്ങനെ CG ഇല്ലാതെ പുൾ ഓഫ് ചെയ്യും എനിക്ക് അറിയുന്നില്ല. പുള്ളി യൂഷ്വലി ചെയ്യാറ് റിയൽ ഒബ്ജക്ട്സിനെ ഉണ്ടാക്കിയിട്ട് അതിന് കൂടെ VFX ഷോട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാറാണ്. പുള്ളിയുടെ ഏറ്റവും VFX ഹെവി സിനിമ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റെല്ലറാണ്. ഓൾമോസ്റ്റ് 854 ഷോട്ട്സും കണ്ട് VFX ഷോട്ട് അതിനകത്തുണ്ട്. ഓപ്പൻഹൈമറിലേക്ക് വന്നപ്പോൾ അത് 200 ഷോട്ടായിട്ട് കുറയുകയും ചെയ്തു. പോരാത്തിന് CG ഉപയോഗിച്ചിട്ടുമില്ല. പുള്ളി ചെയ്ത് കാണിച്ചു തന്നപ്പോൾ ഓക്കെ സമ്മതിച്ചു കൊടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. പക്ഷേ ഇത് നോളന്റെ ആ ഒരു CG വിരുദ്ധം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇൻ കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതെങ്ങാനും നോളൻ CG ഹെവി അല്ലാതെ മോസ്റ്റ്ലി പ്രാക്ടിക്കൽ എഫക്ട്സും ഇൻക്യാം ടെക്നീക്സ് അതുകൂടാതെ ഡിജിറ്റൽ പ്രൊജക്ടേഴ്സ് ഒക്കെ വെച്ച് ഇതൊന്നും പുൾ ഓഫ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഓൾഡ് സ്കൂൾ ഫിലിം മേക്കിന്റെ പുതിയൊരു എറ തന്നെ ഇവിടെ നോളൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെങ്ങാനും സംഭവിച്ചാൽ മേ ബി ഞാൻ പറഞ്ഞ പോലെ അല്ലാതെ CG ഹെവി പോകാനും സാധ്യതയുണ്ട്. അറിയത്തില്ല. എങ്ങനെയാണെങ്കിലും നോളൻ ഇതിനെ ബിഗ് സ്ക്രീനിൽ എത്ര ഗംഭീരമായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കും. അതിനൊരു സംശയം വേണ്ട. ബിക്കോസ് ഹീ ലവ്സ് ടു വാച്ച് മൂവീസ് ഇൻ ബിഗ് സ്ക്രീൻസ്. ഞാൻ ഇപ്പോഴും സ്വപ്നം കാണാൻ തുടങ്ങി ഒരു 70mm IMAX സ്ക്രീനിൽ ഈ ഒരു ഒഡീസി കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ നടന്നാൽ മതിയായിരുന്നു. ഇനി ഈ ഒഡീസി ആദ്യമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന നോളനൊന്നും അല്ല. ഇതിനു മുമ്പും അഡാപ്റ്റേഷൻസ് വന്നിട്ടുണ്ട്. 1968 അതേപോലെ തന്നെ 92 മിനി സീരീസ് ആയിട്ട് ഈ ഒഡീസി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല, പക്ഷെ വേറെ 2 കണ്ടായിരുന്നു. ഒരു പ്രോപ്പർ അഡാപ്റ്റേഷൻ അല്ല, എന്നൊരു ഹോമേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓ ബ്രദർ വേർ ആർട്ട് തോ എന്ന് പറയുന്ന ഒരു സറ്റൈറിക്കൽ മ്യൂസിക്കൽ പടം. ഇത് കൂടാതെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പടം കണ്ടായിരുന്നു, ദി റിട്ടേൺ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ വോൾഡമോട്ടിലെ ഹാരി പോട്ടറിലെ നമ്മുടെ ലോർഡ് വോൾഡമോട്ട് പുള്ളിയാണ് ഇതിനകത്ത് നമ്മുടെ കിങ് ഒഡീസിയസ് ആയിട്ട് വരുന്നത്. ഈ പടവും ഒരു പ്രോപ്പർ അഡാപ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു അഡാപ്റ്റേഷന്റെ ഒരു ഫൈനൽ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഇത് സംസാരിക്കുന്നത്. രാജാവിന്റെ ഒരു 10 കൊല്ലത്തെ ആ ഒരു ജേണി കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ച് വന്ന ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവർ ആ സിനിമയിൽ സംസാരിക്കുന്നത്. ഇത് തന്നെ ഒരു സിനിമയാക്കാനുള്ള കാര്യം തന്നെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 10 കൊല്ലത്തെ ജേണി ഉൾപ്പെടെ അത് അഡാപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സിനിമ കൊണ്ട് സാധിക്കത്തില്ല. അത് പിന്നെ ഒരു 3 മണിക്കൂർ പോട്ടെ 4 മണിക്കൂർ കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും എനിക്കറിയില്ല അതെങ്ങനെ പോസിബിൾ ആണെന്ന്. മിനിമം ഒരു 3 സിനിമ അല്ലെങ്കിൽ ഒരു ട്രാവോളജി എങ്കിലും ഇതിനകത്ത് വേണ്ടി വരും. പിന്നെ പറയാൻ പറ്റത്തില്ല, സമയമാണ് ഇതിനകത്ത് വലിയൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നത്. ഇതേ സമയത്തിന് കയ്യിലിട്ട് അമ്മാനമാടുന്നതിൽ വിദഗ്ധനാണ് നമ്മുടെ നോളൻ. അപ്പോൾ എങ്ങനെയുള്ളപ്പോൾ പുള്ളി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവും. അതായത് ദി ഒഡീസി എന്ന് പറയുന്ന ആ ഒരു ഹോൾ കഥയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്പോയിൽ ആവണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് ഈ ഒരു വീഡിയോ കാണേണ്ട ഇവിടെ നിർത്തുക. ഓക്കെ, ഇത്താക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവായിട്ടുള്ള കിങ് ഒഡീസീസിന്റെ കഥയാണ് ദി ഒഡീസി എന്ന് പറയുന്ന ഈ കാവ്യത്തിൽ പറയുന്നത്. കിങ് ഒഡീസീസിന്റെ കാര്യം പറയുവാണെങ്കിൽ അങ്ങേരൊരു ശക്തിശാലിയും ധൈര്യശാലിയും എന്നതിനപ്പുറമായിട്ട് അങ്ങേരൊരു ബുദ്ധിശാലിയായിരുന്നു. ഇത്താക്ക എന്ന രാജ്യം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ഒരു രാജാവ് തന്നെയായിരുന്നു കിങ് ഒഡീസിയസ്. സോ രാജഭരണമാണ്. അപ്പോൾ എന്തായാലും അവിടെ യുദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു യുദ്ധം അവിടെ സംഭവിക്കുകയാണ്, ദി ട്രോജൻ വാർ. ഈ യുദ്ധം നടക്കുന്നത് ഇവരുടെ അയൽ രാജ്യം ഒരു കടലിനപ്പുറത്തുള്ള രാജ്യമായിട്ടുള്ള ട്രോയിലാണ്. ട്രോയ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ടർക്കി. അങ്ങനെ ഗ്രീക്കിനും ഈ പറയുന്ന ട്രോയിലുള്ള ആൾക്കാർക്കും ഇടയിലുള്ള ആ യുദ്ധം നടക്കുന്നു. ആ യുദ്ധം ഏതാണ്ട് 10 കൊല്ലം നീണ്ടു നിൽക്കുകയാണ്. ഇങ്ങനെ ഈ നീണ്ട ഈ ഒരു 10 കൊല്ലത്തെ യുദ്ധത്തിന് ശേഷം ഈ ട്രോയിൽ നിന്നും തിരിച്ച് തന്റെ രാജ്യമായിട്ടുള്ള ഇത്താക്കയിലേക്ക് പോകുന്ന കിങ് ഒഡീസിന്റെ ഒരു യാത്രയാണ് ഈ ഒഡീസി മൊത്തം സംസാരിക്കുന്നത്. സാധാരണഗതിയിൽ
സാധാരണഗതിയിൽ ട്രോയിൽ നിന്നും ഇത്താക്കിലേക്ക് പോകാൻ വേണ്ടി വെറും ആഴ്ചകളുടെ മാത്രം ആവശ്യമുള്ളൂ. പക്ഷേ ഒഡീസിയസ് ഈ ഒരു യാത്ര തുടങ്ങിയതും അങ്ങേരുടെ വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ സംഭവിക്കുന്നു. വെറും ആഴ്ചകൾ മാത്രം വേണ്ടി വരുന്നൊരു യാത്ര പിന്നീട് മാസങ്ങളാവുന്നു, വർഷങ്ങളാവുന്നു. നീണ്ട 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ യാത്ര കഴിഞ്ഞ് ഇദ്ദേഹം സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു 10 കൊല്ലത്തെ ഈ ഒരു യാത്ര, ഈ കടൽ യാത്ര എന്ന് പറയുന്നത് സാമാന്യന് മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഇതിന്റെ പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് സിയൂസ് ആണ്. എല്ലാ ദൈവങ്ങളുടെയും രാജാവ് അല്ലെങ്കിൽ ഗോഡ് ഓഫ് സ്കൈ എന്നറിയപ്പെടുന്ന സിയൂസ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, ഈ സിയൂസ് ഉണ്ടല്ലോ ഭയങ്കര ദേഷ്യക്കാരനാണ്. അങ്ങനെ ഇരിക്കും ഒരിക്കൽ ഒഡീസിസിന്റെ കൂട്ടിൽ ക്രൂയിലുണ്ടായിരുന്ന കുറച്ച് പേര് വന്ന വഴി കുറച്ച് പശുക്കളെ കൊന്നു തിന്നുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ പശുക്കൾ സൺ ഗോഡ് ആയിട്ടുള്ള ഹീലിയോസിന് സ്വന്തപ്പെട്ടതായിരുന്നു. തനിക്ക് പ്രിയപ്പെട്ട ഈ പശുക്കളെ ഒഡീസിസിന്റെ ക്രൂ കൊന്നു എന്ന് കണ്ടപ്പോൾ ഹീലിയോസ് ദേഷ്യം വന്ന് ഈ വിഷയം നമ്മുടെ സിയൂസിനോട് പറയുന്നു. ചുമ്മാ പറയുക മാത്രമായിരുന്നില്ല, ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനി ഭൂമിയിലേക്ക് താൻ വെളിച്ചം കൊടുക്കില്ല. അതായത് സൂര്യദേവനാണല്ലോ, അപ്പോൾ അവർക്കുള്ള ശിക്ഷ കൊടുക്കാത്ത പക്ഷം താൻ ഇനി ഒരിക്കലും ഭൂമിയിലേക്ക് സൂര്യവെളിച്ചം കൊടുക്കില്ല എന്നൊരു തീരുമാനം ഹീലിയോസ് പറയുന്നു. ഇങ്ങനെയാണ് സിയൂസിന് ഈ പറയുന്ന ഒഡീസിസും അവന്റെ ക്രൂവിനോടും ദേഷ്യം വരുന്നത്. ആ ദേഷ്യം ഉള്ളതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, ഇവരിങ്ങനെ കപ്പലിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ആ കപ്പൽ വലിയൊരു കൊടുങ്കാറ്റ് വിട്ട് അതിനിങ്ങനെ നശിപ്പിക്കുന്നു. അവിടെ നിർത്തിയില്ല, ഒരുപാട് മിത്തിക്കൽ ക്രീച്ചേഴ്സ് വെച്ചിട്ടും തുടർന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് കെണികളും ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ അവിടുന്ന് സർവൈവ് ആവുന്ന നമ്മുടെ ഒഡീസിസും അവന്റെ ക്രൂവും പിന്നീട് ചെന്നെത്തുന്നത് ലോട്ടസ് ഈറ്റേഴ്സ് ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തിലേക്കാണ്. പേര് പോലെ തന്നെ അവിടെയുള്ളവരെല്ലാം കഴിക്കുന്നത് ഒരു ലോട്ടസ് ആണ്, ഒരു താമരയാണ്. ബട്ട് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആ ലോട്ടസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിട്ട് പോകാൻ തോന്നത്തില്ല. ഒഡീസിസ് ക്രൂവിനെ വിളിക്കുക, വാടാ നമുക്ക് പോകണ്ടേ, നമുക്ക് ഇത്താക്കി എത്തണം, നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ താൻ പോടൂ, ഞങ്ങളൊന്നും ഇല്ല തന്റെ ഇത്താക്കയിലേക്ക്, താൻ വേണേ പൊക്കോളൂ, ഞങ്ങളിവിടെ താമരയിൽ നിന്നിരുന്നോളാം എന്നാണ് ക്രൂവിന്റെ പക്ഷം. അവിടെ കുറച്ചാൾ പെട്ടുപോകുന്നു. ദെൻ നമ്മുടെ ഒഡീസിസ് തന്നെ ഇവരെ പിടിച്ച് വലിച്ച് ആ ഒരു കപ്പലൊക്കെ ശരിയാക്കി വീണ്ടും യാത്ര തുടങ്ങുന്നു. അങ്ങനെ പോകുന്ന ഇവർ നേരെ ചെന്ന് കയറി കൊടുക്കുന്നത് വൺ നൈറ്റ് ജയന്റ് എന്നറിയപ്പെടുന്ന സൈക്ലോപ്സിന്റെ വായിലോട്ടാണ്. ഈ സൈക്ലോപ്സ് എന്നത് ഈ വൺ നൈറ്റ് ജയന്റ്സിനെ, ഈ ഒരു മിത്തിക്കൽ ക്രീച്ചേഴ്സിനെ വിളിക്കുന്ന ഒരു പേരാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സൈക്ലോപ്സിന്റെ എല്ലാം അപ്പനായിട്ടുള്ള ഒരുത്തിനുണ്ട് പോളിഫീമസ്. അതും ഇതിനെ പോലെ തന്നെ ഒരു വൺ നൈറ്റ് ജയന്റ് ആണ്, ഒരു സൈക്ലോപ്പാണ്. ആ പോളിഫീമസ് ഈ പറയുന്ന നമ്മുടെ ഒഡീസിസിനെയും അവന്റെ ക്രൂവിനെയും പിടിച്ച് ഒരു കേവിനകത്ത് കൊണ്ട് പൂട്ടിയിടും. അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജയന്റ് ആയിട്ടുള്ള ഷീപ്പുകൾ, ആടുകളൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവർ ഈ ഒരു സൈക്ലോപ്സിനെ എല്ലാം മറികടന്ന് ഇതിന് സർവൈവ് ആയി കുറെ പേരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഇവരുടെ യാത്ര തുടരുകയാണ്, അവർ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ മിഡ് എയറിൽ ഇങ്ങനെ പറന്നുകൊണ്ട് ഒരു ഐലൻഡ് ഇങ്ങനെ നിൽക്കുന്നു. എയോളി എന്ന നഗരമായിരുന്നു. അത് ആക്ച്വലി ഭരിക്കുന്നത് ഗോഡ് ഓഫ് വിൻഡ് എന്നറിയപ്പെടുന്ന എയോളിസ് ആണ്. അങ്ങനെ ഒഡീസിസും ക്രൂവും ഈ പറയുന്ന എയോളിയിൽ എത്തുന്നു. എയോളി ചെന്നിട്ട് അവിടെയുള്ള ആളുകളെ കണ്ട് സംസാരിച്ച് എയോളിസിനോട് തന്നെ ഹെൽപ്പ് ചോദിക്കുന്നു. തനിക്ക് ഇത്താക്കിലേക്ക് തിരിച്ചു പോകണം, എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ച് ഇവർ തമ്മിൽ കൂട്ടാവുന്നുണ്ട്. ശേഷം പിരിയാറാവുമ്പോൾ ഒരു സമ്മാനം എന്ന രീതിയിൽ എയോളിസ് കാറ്റിന് ഒരു ചാക്കിനകത്താക്കി നിറച്ചിട്ട് ഇയാളുടെ കയ്യിലോട്ട് കൊടുക്കുന്നു, നല്ല സേഫ് ആയിട്ട് പെട്ടെന്ന് എത്താൻ വേണ്ടി. ഒഡീസിസും ആ ഒരു ചാക്കിലുള്ള കാറ്റെല്ലാം വാങ്ങിച്ചിട്ട് അയാളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ രാത്രി ഒന്ന് മയങ്ങിയപ്പോൾ ഇയാളുടെ കൂടെ ക്രൂയിലുണ്ടായിരുന്ന ഒരുത്തന്റെ കുരു അങ്ങ് പൊട്ടി. അവൻ അപ്പം തന്നെ എയോളിസ് കൊടുത്തുവിട്ട് ആ ഒരു ചാക്ക് തുറന്നു നോക്കണം പോലും. അവൻ തുറന്ന ഉടനെ ഒരു വലിയൊരു കൊടുങ്കാറ്റാണ് വെളിയിലോട്ട് പോകുന്നത്. കാരണം അത്രയും കാറ്റ് പുള്ളി അതിൻ്റെ ഉള്ളിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇവരിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അങ്ങ് ദൂരത്ത് ഇത്താക്കി എന്ന രാജ്യം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവർ അത്ര എടുത്തെത്തി. പക്ഷേ ഇവൻ കാറ്റ് തുറന്ന് വിട്ടതിനെ തുടർന്ന് അതേ സ്പീഡിൽ തന്നെ തിരിച്ച് ബാക്കിലോട്ട് ഒരൊറ്റ പോക്ക്, വാണം വിട്ട പോലെ തന്നെ പഴയ സ്ഥലത്തിലോട്ട് തന്നെ ഒരൊറ്റ പോക്ക്. ഈ സ്റ്റോറി നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടതായിട്ട് വല്ല ഓർമ്മയുണ്ടോ? അതായത് ട്രയാങ്കിൾ എന്ന മൂവിയുടെ എൻഡിങ് എക്സ്പ്ലനേഷനിൽ ഞാൻ ഇതേ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. അതിനകത്തും ആ ഒരു ഗ്രീക്ക് മിത്തോളജിക്കൽ റെഫറൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എനിവേ ഉണ്ടായിരുന്ന കാറ്റിൽ പെട്ടെന്ന് പോകാമെന്ന് പറയുന്ന പ്ലാനും ഇപ്പോൾ ഗോപിയായി. ഇനിയിപ്പോൾ വേറെ വഴിയില്ല, സാധാരണ പോകാമെന്ന് പറഞ്ഞ് ഇവരും മുമ്പോട്ട് പോവുകയാണ്. അപ്പം സ്കൈല എന്ന് പറയുന്ന 6 തലയുള്ള വലിയൊരു സീ മോൺസ്റ്ററിന്റെ ഫ്രണ്ടിലോട്ട് ഇവർ എന്ന് പെടുന്നു. 12 ടെന്റക്കിൾസും 6 തലയൊക്കെ ഉള്ള ഒരു വലിയൊരു സീ മോൺസ്റ്റർ ആയിരുന്നത്. ഇവർക്കും വേറെ വഴിയില്ലാതെ അതിനെ എതിർക്കുന്നു. കുറേ പേര് മരിക്കുന്നു. എന്നാലും അതിനെ എങ്ങനെയൊക്കെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ആശ്വസിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത മോൺസ്റ്റർ വരുന്നു. അത് മുകളിലുള്ളതായിരുന്നില്ല, ഏറ്റവും അടിയിലുള്ളതായിരുന്നു. വോർട്ടക്സ് മോൺസ്റ്റർ എന്നറിയപ്പെടുന്ന കാരിബ്രിഡ്സ്. അത് ഈ കടലിന്റെ അടിയിൽ ഈ ചുഴലി ഉണ്ടാക്കി ആ കടലിലോട്ട് ആൾക്കാരെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കൈൻഡ് ഓഫ് മോൺസ്റ്റർ ആണ്. അതിനെയും ഇവർ എതിർക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒരുപാട് പേര് മരിച്ചു പോകുന്നു. അങ്ങനെ അവസാനം ഒഡീസിസ് മാത്രമാണ് അതിൽ നിന്ന് സർവൈവ് ആവുന്നത്. കൂടെ വന്ന സകല ക്രൂവും അവിടെ മരിച്ചു പോകുന്നു. കപ്പലും ഇല്ല. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 9 ദിവസത്തോളം ഒരു മരക്കഷ്ണത്തിന് മേലിലാണ് പുള്ളി ഇങ്ങനെ സർവൈവ് ആവുന്നത്. അങ്ങനെ പോകുന്ന നമ്മുടെ ഒഡീസിസ് പിന്നീട് എത്തിപ്പെടുന്നത് ഒജീജി എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ്. ഈ ഒജീജി ആരുടെ ഐലൻഡ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അറ്റ്ലസ് എന്നൊരു ടൈറ്റൻ ഉണ്ട്. ആ ടൈറ്റന്റെ മകളായിട്ടുള്ള കാലിപ്സോന്റെ ആയിരുന്നു. ഈ കാലിപ്സോ ഉണ്ടല്ലോ, അവൾ ഇച്ചിരി പെശകായിരുന്നു. ഒഡീസിനെ കണ്ടതും പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നീട് ഇവനെ വിടില്ല എന്നുള്ള തീരുമാനത്തിലാവുന്നു. അവൾ വിട്ടതുമില്ല. ഏതാണ്ട് 7 കൊല്ലത്തോളം കാലിപ്സോന്റെ ഐലൻഡിൽ നമ്മുടെ ഒഡീസിസ് പെട്ടുപോകുന്നുണ്ട്. ഒഡീസിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നൊരു മൈൻഡിലാണ്. പക്ഷേ ഇവളാണെങ്കിൽ വിടത്തില്ല. എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ഇമ്മോർട്ടാലിറ്റി തരാം, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഒരുപാട് വാഗ്ദാനം കൊടുത്തിട്ടും ഇവൻ അതൊന്നും സമ്മതിക്കുന്നില്ല. സോ ലിറ്ററലി 7 കൊല്ലം ഇവളുടെ പിടിയിൽ നമ്മുടെ ഒഡീസിസ് പെട്ടുപോകുന്നു. ഇപ്പോഴാണ് നമ്മുടെ അത്തീനയുടെ എൻട്രി വരുന്നത്. ഈ സിയൂസിന്റെ മകളാണ് ആക്ച്വലി അത്തീന. പുള്ളിക്കാരത്തിയും ഒരു ഗോഡസ് ആണ്, അറിയാലോ. ഈ ദൈവങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഒഡീസിസിനോട് കുറച്ചെങ്കിലും അലിവുള്ളത് അത്തീനയ്ക്ക് മാത്രമാണ്. അത്തീനയാണ് ഈ പറഞ്ഞ സിയൂസിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് മതിയച്ച കുറേ ആയി, അയാൾ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി വേണ്ട, വെറുതെ വിട്ടേക്ക്, അച്ഛൻ തന്നെ കാലിപ്സിനോട് നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് സിയൂസ് നേരിട്ട് കാലിപ്സിനോട് ആവശ്യപ്പെടുകയാണ് അവനെ വെറുതെ വിട്. ഇങ്ങനെ സിയൂസ് നേരിട്ട് ഇൻവോൾവ് ആയതിനെ തുടർന്ന് കാലിപ്സോനും വേറൊന്നും എതിർത്ത് പറയാൻ പറ്റത്തില്ല. അവളും ഒഡീസിസിനെ വെറുതെ വിടുകയാണ്. അങ്ങനെ 10 കൊല്ലത്തെ ജേർണി കഴിഞ്ഞ് അങ്ങനെ
ഫൈനലി പുള്ളി ഇത്താക്കിയിലേക്ക് തിരിച്ചെത്തുന്നു. എന്നാൽ ഇത്താക്കിയിലേക്ക് വന്ന നമ്മുടെ ഒഡീസിയസിനെ ആളാകെ മാറിപ്പോയി. പോയ ഒരു ഗാംഭീര്യമൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. ഭയങ്കര അവശനായി, തീരെ വയ്യ. അയാൾ വല്ലാണ്ട് മാറി. ഒരു തനി ഭിക്ഷക്കാരനെ പോലുള്ള ഒരു അവസ്ഥയിലായിട്ട് പുള്ളി മാറിയിട്ടുണ്ട്. പുള്ളി ഒരു 10 കൊല്ലത്തെ ഈ ഒരു യാത്രയിൽ ഇത്രയും സംഭവിക്കുന്ന സമയത്ത് അയാളുടെ നാട്ടിൽ അവനേക്കാളും വലിയ പൊളിറ്റിക്സ് നടക്കുമായിരുന്നു. പുള്ളി യുദ്ധമാണെന്ന് പറഞ്ഞൊരു 10 കൊല്ലം, പിന്നെ ഈ ഒരു യാത്രയാണെന്ന് പറഞ്ഞൊരു 10 കൊല്ലം, മൊത്തം 20 കൊല്ലം ഇവിടെ രാജാവ് ഇല്ലാതിരിക്കുവാണ്. ഭാര്യയായിട്ടുള്ള പെനോൽപ്പ് ഒറ്റയ്ക്കാണ് ഈ രാജ്യം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ രാജാവില്ലാത്ത റാണി അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത ഭാര്യ എന്ന് പറയുന്ന സമയത്ത് തന്നെ അവളെ മുതലെടുക്കാൻ വേണ്ടി അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവർ രണ്ടുപേർക്കും ഒരു മകനുണ്ടായിരുന്നു. ആർക്ക്? ഒഡീസീസിനും പെനോൽപ്പയ്ക്കും ഒരു മകനുണ്ടായിരുന്നു, ടെലമാക്കസ്. അവനും അമ്മയുടെ കൂടെയാണ്. പക്ഷെ അവനെയും അവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ബുള്ളി ചെയ്യുമായിരുന്നു. അവനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എപ്പോൾ വരും എന്നതിന് പോയിട്ട് വരുമോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു അച്ഛന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഭർത്താവിന് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും കാത്തിരുന്നുകൊണ്ടിരുന്നത്. എന്തിനും ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ ഇവിടെയും ഇവർക്ക് ഒരുപാട് നാളത് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. കറക്റ്റായിട്ട് ഒഡീസീസ് ആ സ്ഥലത്ത് ലാൻഡ് ആകുന്ന അതേ സമയമായിരുന്നു നമ്മുടെ പെനോൽപ്പയ്ക്ക് അടുത്ത വരനെ തേടിയിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നത്. കാരണം അപ്പോഴേക്കും എല്ലാവരും ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു ആ ഒരു ഒഡീസീസ് മരിച്ചു പോയി, അല്ലെങ്കിൽ തിരിച്ചു വരില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് റാണിക്ക് ഞാൻ ജീവിതം തരാം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്നു. അങ്ങനെ വരുന്ന ആളുകൾക്ക് നമ്മുടെ പെനോൽപ്പെ ഒരു ടാസ്ക് കൊടുക്കുന്നു. പണ്ട് രാമൻ വില്ലൊടിച്ച് സീതയെ കിട്ടിയില്ലേ, ഏതാണ്ട് അതേ കണക്കാണ് ഇവിടെ. പുള്ളിക്കാരത്തി ഒഡീസീസിന്റെ ഒരു അമ്പും വില്ലും അവിടെ വെക്കുന്നുണ്ട്. ശേഷം കോടാലിയിൽ ആ കോടാലികൾ കുറെ എണ്ണത്തിന്റെ ഹെഡ്സ് ഓരോന്നോരോന്നായിട്ട് ലൈനായിട്ട് നിരത്തി വെച്ചു. മൊത്തം 12 എണ്ണം ഇങ്ങനെ നിരത്തി വെച്ചേക്കുക. ശേഷം പെനോൽപ്പെ പറയുന്നു, നിങ്ങളിൽ ആർക്കാണോ ഈ വില്ല് കോർത്ത് കറക്റ്റായിട്ട് ആ അമ്പെടുത്ത് ഈ ഓട്ടകളിൽ കറക്റ്റായിട്ട് കൊണ്ടുപോയി ആ ഒന്നിൽ പോലും തട്ടാതെ അപ്പുറത്തെ ടാർഗറ്റിൽ എത്തിക്കാൻ പറ്റുന്നത് അയാൾക്ക് എന്നെ കല്യാണം കഴിക്കാനും കൂടാതെ ഈ രാജ്യത്തിന്റെ രാജാവായിട്ട് മാറും എന്നൊരു വല്ലാത്തൊരു ടാസ്ക് കൊണ്ടുവയ്ക്കും. ആദ്യം ചെറുതായിട്ടൊന്നും ഉടക്കിയെങ്കിലും പിന്നെ വേറെ വഴിയില്ലാന്ന് കണ്ടപ്പോൾ എല്ലാവരും ഈ കോൺടസ്റ്റിന് തയ്യാറാവുന്നു. ബട്ട് വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഈ പരിപാടി. അവരെയും കൊണ്ട് ആ വില്ല് കോർക്കാൻ പോലും പലർക്കും പറ്റിയില്ല. അതും മറികടന്ന് വില്ല് വിട്ടവർക്ക് പോലും ആ ഒരു 3-4 ആ ഒരു ആക്സിഡന്റ് കഴിയാതല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. തന്റെ ഭർത്താവായിട്ടുള്ള ഒഡീസീസിനെ കൊണ്ട് മാത്രമാണ് ഇത് സാധിക്കുള്ളൂ എന്ന് പറയുന്ന കാര്യം പെനോൽപ്പയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഇങ്ങനെ ഈ ഒരു കോൺടസ്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം അവിടെ ഇതെല്ലാം കണ്ട് നോക്കിയിട്ട് മൂലയ്ക്ക് നമ്മുടെ ഒഡീസീസ് ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു പിച്ചക്കാരനെ പോലെ. അയാളെ അപ്പോൾ ആര് കണ്ടാലും പിച്ചക്കാരനാണെന്ന് പറയത്തുള്ളൂ. അവിടെയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയിട്ടില്ല സ്വന്തം രാജാവായിരുന്നെന്ന്. അപ്പോൾ ഒഡീസീസ് മുമ്പോട്ട് വരുന്നു, എന്നാൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ആദ്യം എല്ലാവരും ചിരിക്കുന്നു, ഈ കളവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒഡീസീസ് വരുന്നു, നല്ല മാനിയായിട്ട് ഒരു വില്ല് കോർക്കുന്നു, അമ്പെടുത്ത് കറക്റ്റായിട്ട് 12 എണ്ണത്തിൽ കൂടെയും കയറ്റി അപ്പുറത്തെ ടാർഗറ്റിൽ എത്തിച്ചു. പെനോൽപ്പയ്ക്ക് ആളെ കണ്ടപ്പോൾ തന്നെ ആരാണ് മനസ്സിലായി. രാജ്ഞിയെ കെട്ടണം എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരുന്ന എല്ലാ അമ്മമാരുടെയും വായങ്ങ് പൊളന്ന് നിന്നു. അതിൽ കുറേ പേര് ഇത് ഫ്ലൂക്കാണ്, നിങ്ങൾക്ക് എന്തോ ലക്കൂണ്ട് കിട്ടിയതാണ്, അവൻ പോടാക്കാന്ന് പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞു വിടാൻ നോക്കുന്ന സമയത്ത് ഈ ഒഡീസീസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിരന്ന് നിന്ന് എല്ലാ അമ്മമാരെയും പുള്ളിയുടെ കയ്യിലുള്ളായിരുന്ന അമ്പും വില്ലും വിട്ട് പുള്ളി അങ്ങ് കൊന്നുവിടുന്നു. മറിച്ചൊന്നും നോക്കിയില്ല, മുമ്പ് ചെന്ന എല്ലാ അമ്മമാരെയും പൂശി. ഇങ്ങനെ അത്യാവശ്യം വിഷയമായിട്ടുള്ളൊരു കംബാക്കും കൊണ്ടാണ് നമ്മുടെ ഒഡീസീസ് തൻ്റെ രാജ്യമായിട്ടുള്ള ഇത്താക്കയിലേക്ക് രാജാവായിട്ട് തിരിച്ചു വരുന്നത്. സോ ഇതാണ് ബേസിക്കലി ഒഡീസ്. പക്ഷേ ഇത് കൂടാതെ ഇതിൻ്റെ ഇടയിലും കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. പൊസൈഡൻ ഇൻവോൾവ് ആകുന്നുണ്ട്, അത്തീന, അങ്ങനെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ എല്ലാത്തിലോട്ടും പോയില്ല. ഷെഡിലായിട്ട് ഇത്രയുമാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ കേട്ട സാധനത്തിന് നോളൻ എങ്ങനെ പുൾ ഓഫ് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് സത്യമായിട്ടൊരു പിടിയില്ല. യൂണിവേഴ്സൽ പിക്ചേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതൊരു മിത്തിക് ആക്ഷൻ എപ്പിക് സാധനമാണെന്നാണ്. ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് വിച്ച് ഷോട്ട് അക്രോസ് ദ വേൾഡ് യൂസിംഗ് ദി ബ്രാൻഡ് ന്യൂ ഐമാക്സ് ഫിലിം ടെക്നോളജി. ലുഡ്വിഗ് ഗുറാസൻ ആണ് ഇതിനെ മ്യൂസിക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഇപ്പോഴും തലയിൽ ക്യാൻ യു ഹിയർ ദി മ്യൂസിക് എന്ന ആ ഒരു ഓപ്പൻഹൈമറിന്റെ ആ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഈ ട്രാക്ക് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ 2 പ്രാവശ്യം ഈ ഓപ്പൻഹൈമർ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ പോയിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോയി കണ്ടിരിക്കുന്ന സിനിമ ഈ ഒരു ഓപ്പൻഹൈമർ ആണ്. സോ ഇതുപോലൊരു ഗ്രീക്ക് മിത്തോളജിക്കൽ ഫാന്റസി ഐറ്റത്തിലോട്ട് വരുന്ന സമയത്ത് ലുഡ്വിഗ് ഗുറാസൻ വിൽ ബി ഓൺ എ ബെർസേർക്ക് മോഡ് സത്യമായിട്ടും. പിന്നെ കാസ്റ്റിംഗിലോട്ട് വരുന്ന സമയത്ത് വൺ കാസ്റ്റിംഗ് ആണ്. അതായത് ആദ്യം മാറ്റ് ഡേമനെ അനൗൺസ് ചെയ്തു, ആളെ നായകനാക്കിയായിരിക്കും അടുത്ത ചിത്രം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. സോ മോസ്റ്റ് പ്രോബ്ലി കിങ് ഒഡീസീസ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് മാറ്റ് ഡേമൻ ആണ്. പുള്ളിക്ക് പുറമെ ചാർലിസ് തെറോൺ, ടോം ഹോളണ്ട്, റോബർട്ട് പാറ്റിൻസൺ, സെൻഡയ, ആൻ ഹാത്വേ, പിന്നെ ലുപ്പിറ്റ ന്യോങ്ങോ എന്നിങ്ങനെ വൺ കാസ്റ്റിംഗ് ആണ് ഈ പടത്തിനുള്ളത്. ഇതിൽ ആരൊക്കെ ആയിട്ട് വരുമെന്ന് ഒരു പിടിയുമില്ല. നമുക്കങ്ങ് സ്പെക്കുലേറ്റ് ചെയ്യാം എന്നല്ലാതെ. റിപ്പോർട്ട്സ് ശരിയാണെങ്കിൽ നോളന്റെ ഫിൽമോഗ്രഫിയിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സിനിമ ഇതാവാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി $200-250 million റേഞ്ചിലായിരിക്കും ഇതിന്റെ ബഡ്ജറ്റ് വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ ക്രിസ്റ്റഫർ നോളന്റെ ഫിൽമോഗ്രഫി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പുള്ളി ഇങ്ങനെ കണ്ണും മൂട്ടി ഒരു ബഡ്ജറ്റ് പറഞ്ഞിട്ട് ചുമ്മാ കിട്ടുന്ന കാശെല്ലാം ചിലവാക്കുന്ന ഒരു ടീമല്ല. പുള്ളി ആളുടെ പടത്തിന് എന്ത് വേണോ അത് മാത്രം ചെയ്യുന്ന ടീമാണ്. മോസ്റ്റ്ലി പ്രൊഡക്ഷൻ എപ്പോഴും എക്കണോമിക്കലാക്കാൻ വേണ്ടി നോക്കാറുണ്ട്. ഇൻഡസ്ട്രിയലിൽ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി ചോളം മൊത്തം നട്ടിട്ട് ആ ചോളം തന്നെ വിറ്റ് അതിൽ പ്രോഫിറ്റ് ഈ പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്ത ടീമാണ്. സോ പുള്ളി ഈ ഒരു പടത്തിന് ഇത്രയാണ് പറയുന്നതെങ്കിൽ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് സ്ക്രീനിൽ എത്തിക്കും. പിന്നെ കോ പ്രൊഡ്യൂസറായിട്ട് ഭാര്യ തന്നെയാണ് കൂടെയുള്ളത്. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ വലിയ വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല. ഡാർക്ക് നൈറ്റ് റൈസസിനെ മറികടന്നിട്ടാണ് ഏറ്റവും എക്സ്പെൻസീവ് സിനിമയായിട്ട് ഈ ഒഡീസി മാറാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇത് ഒരു സിനിമ തന്നെയാണോ എന്ന് കണ്ടു തന്നെ അറിയണം. കാരണം അത് ഒരിക്കലും ഈ കഥ പറയാനാണെങ്കിൽ ഒരു സിനിമയും കൊണ്ട് മതിയാവത്തില്ല. ഒരു ലോർഡ് ഓഫ് ദി റിംഗ്സ് ലെവലിൽ ഒരു 3 പാർട്ട് ഫിലിമെങ്കിലും ഇതിന് മിനിമം വേണം. അങ്ങനെയല്ല ഒറ്റ സിനിമയിൽ തീർക്കണമെങ്കിൽ ഇതിനെ നോളന്റെ രീതിയിൽ ഒരു ട്വിസ്റ്റഡ് എന്താ പറയുക മോഡേൺ അഡാപ്റ്റേഷൻ ആയിട്ട് വല്ലതും വരേണ്ടി വരും. എൻ്റെ ഉള്ളിലുള്ള കാസ്റ്റിംഗ് എങ്ങനെയാണെന്ന് അറിയോ, മാറ്റ് ഡേമൻ കിങ് ഒഡീസീസ് ആയിട്ട്. ബട്ട് ഇഫ് പോസിബിൾ വേറെ വല്ല കാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു കിങ് ഒഡീസീസ് ആയിട്ട് പുള്ളി ഇച്ചിരി പ്രായമുണ്ട് മാറ്റ് ഡേമണിന്. അത് ഏതാണ്ട് ഒരു 30 വയസ്സായപ്പോഴാണ് ഈ പറഞ്ഞ ഇത്താക്കിയിൽ നിന്ന് യുദ്ധം എന്ന് പറഞ്ഞ് പുള്ളി പോകുന്നത്. പിന്നീട് ഒരു 20 കൊല്ലം കഴിഞ്ഞ് മൊത്തം
ഒരു 50 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് ഈ പറയുന്ന ഇത്താക്കിലേക്ക് നമ്മുടെ ഈ ഒഡീസിയസ് തിരിച്ചു വരുന്നത്. ബട്ട് മാറ്റ് ഡേമണിന് ഇപ്പോഴേ 54 വയസ്സുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ഹീസ് ബിറ്റ് ഓൾഡ് ഫോർ ദിസ് റോൾ, പക്ഷേ എന്ന് വെച്ചാൽ മോശമാകത്തില്ല. സോ കിങ് ഒഡീസിയസ് ആയിട്ട് മാറ്റ് ഡേമൺ, പുള്ളിയുടെ മകനായിട്ടുള്ള ടെലമാക്കസ് ആയിട്ട് ടോം ഹോളണ്ട്, ദെൻ പെനോലബെ ആയിട്ട് നമ്മുടെ ആൻ ഹാത്വേ, ദെൻ ചാർലിസ് തെറോൺ നമ്മുടെ ഒഡീസിയസിനെ വശീകരിക്കുന്ന കാലിപ്സോ ആയിട്ട് വരണം, അല്ലെങ്കിൽ അത്തീനയായിട്ട് വരണം. ഈ രണ്ടിൽ ഏത് വന്നാലും പുള്ളിക്കാരത്ത് കിടുക്കും. ദെൻ റോബർട്ട് പാറ്റിൻസൺ ഈ പറയുന്ന പോളിഫീമസ് ഉണ്ടല്ലോ, ആ ഒരു വൺ ഓഫ് ദ സൈക്ലോപ്പ് ആയിട്ട് വോയിസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. അല്ലെങ്കിൽ പിന്നെ പൊസൈഡൻ ആയിട്ട് വരണം. ഈ രണ്ടെണ്ണം ഏത് വന്നാലും റോബർട്ട് പാറ്റിൻസൺ കിടിലോ. ദെൻ സെൻഡയെ ആൻഡ് ലൂപ്പിറ്റയുടെ കാര്യത്തിൽ എനിക്ക് വലിയ പിടിയില്ല. ചുമ്മാ അസ്യൂം ചെയ്യുവാണെങ്കിൽ അത്തീനയായിട്ട് വേണമെങ്കിൽ സെൻഡയെ നോക്കാം, പക്ഷേ ഷീസ് ടു യങ് ഫോർ ഇറ്റ്. ദെൻ ഇതിനകത്ത് സേഴ്സി എന്ന് പറഞ്ഞ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ വരുന്നുണ്ട്. അത് ആക്ച്വലി ഒരു വിച്ചാണ്. ആ ക്യാരക്ടർ ലുപിറ്റ ന്യോങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. ദെൻ ഒഫീഷ്യൽ അല്ല എങ്കിലും ജിയൂസ് ആയിട്ട് ഒരു പക്ഷേ മോസ്റ്റ് പ്രോബ്ലി ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ളത് കെന്നത്ത് ബ്രനാഗാണ്. ടെനറ്റ്, ഡർഗക്ക്, ഓപ്പൻഹൈമറിലൊക്കെ പുള്ളിയുണ്ട്. ഹൈ ചാൻസ് ഉണ്ട് കെന്നത്ത് ബ്രനാഗ് ജിയൂസിനെ ചെയ്യാൻ വേണ്ടി. ബ്രോ ഹാസ് ദ സോറ എന്നൊക്കെ പറയില്ലേ, അതുണ്ട് ആക്ച്വലി പുള്ളിക്ക്. ദെൻ 2026 ജൂലൈ 17 സ്ലേറ്റ് ചെയ്തിരിക്കുന്ന പടം. അപ്പോൾ അധികം സമയമില്ല, അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വല്ല എന്തെങ്കിലും സെറ്റ് ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബ്രോഡർ പിക്ചർ കിട്ടും എന്നതാ പുള്ളി പണ്ണാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ. മൊത്തമല്ല, കുറച്ച് വേഗമായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാം. അതുവരെ കാത്തിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നോളൻ്റെ ഈ ഒരു ജോണർ ഷിഫ്റ്റ്, ഈ ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ തൊടുന്നതുകൊണ്ടുള്ള നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താ നിങ്ങളുടെ തോന്നൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.